കൊഴുവയാണേ. കൊഴുവേന എല്ലായിടത്തും കൊഴുവേന്ന് തന്നെയാണോ പറയാ? നത്തോലി. അപ്പം മമ്മി തന്നു വിട്ടതാ. അപ്പം അതിൽ നിന്ന് ഇത്രയും എടുത്ത് കറി വയ്ക്കാനും ഇത് വറുക്കാനും. വറുക്കുന്നത് ഡോപ്പിയാണ് കേട്ടോ. ചേച്ചിയുടെ സ്കിന്നിന് പറ്റിയ ഇതല്ല, ഫൗണ്ടേഷൻ ഒന്നും അല്ല കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പം എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കാരണം ചേച്ചി ഇങ്ങനെ ഇരിക്കണം, നമുക്ക് പാവം. ഹായ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഞങ്ങൾക്കപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങിയതാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി. എന്നാലും അവിടെ എത്താറായപ്പോഴേക്കും വിശന്നത് കൊണ്ടൊരു ബേക്കറി കയറി ഞങ്ങൾ ചായയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തിരിച്ചു പോരുന്ന വഴി ഇതുണ്ടോ, ജയകുമാരേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മളിത് വാങ്ങിച്ചതാണ്. താറാവ് ഭയങ്കര വില കുറച്ച് കിട്ടും. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, ഞങ്ങളുടെ കുപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് വെള്ളം കുടിക്കുന്ന കുപ്പിയാണത്. ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട്, കുപ്പി എന്നാട്ടോ പേര്. അപ്പൊ കുപ്പിയാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ കുമ്പളത്താണ്. കുമ്പളം പാലം കയറുമല്ലോ എറണാകുളത്ത് നിന്ന് വരുമ്പോൾ നമ്മള് കുമ്പളം പാലം കയറുന്നതിന് തൊട്ടരികിലായിട്ടാണ് ഈ ജയകുമാരേട്ടന്റെ ഒരു ചെറിയ ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ചേട്ടനോട് വഴിയരികിലിരുന്നാ വിൽക്കുന്നത് താറാവ്. അപ്പൊ ജയകുമാരന്റെ അഭിപ്രായത്തിൽ ഒരു ചാള വെട്ടുന്ന നേരം കൊണ്ട് ഈ കറിയാവെന്ന് പറയണേ. അത്രയ്ക്ക് ഭയങ്കര സോഫ്റ്റ് ആണ്, അത്രയ്ക്ക് ഭയങ്കര നല്ല ഒരു ഇതാണ്, അത്ര വേവ് കുറഞ്ഞ ഡക്കാണെന്ന്. ഇന്നിപ്പോ നമുക്ക് കിട്ടിയത് 1 കിലോയ്ക്ക് 100 രൂപ. 1 കിലോ ഇന്നലെ 120 ആയിരുന്നു, കുപ്പിക്ക് 1 കിലോയ്ക്ക് 120. കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ, വെബ് സീരീസ് ഒക്കെ എന്തെങ്കിലും അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ സ്കിറ്റൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിലെ മേരി ചേച്ചിയും ജിജിനൊക്കെ കൂടെ സംസാരിച്ച് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്നൊരു പ്ലാനുണ്ട്. അപ്പം ഇന്ന് നമ്മൾ അതിൻ്റെ ഷൂട്ട് തുടങ്ങുവാണ്. അപ്പം ഞാൻ വീട്ടിലെ നടയിലിടാൻ കുറച്ച് പൂ വാങ്ങാൻ ഇറങ്ങിയതാട്ടോ. അല്ല, അവിടെ മുല്ലപ്പൂ മാല ഇല്ലാത്തതുകൊണ്ടേ, മുല്ലപ്പൂ ഇല്ല അവിടെ. അപ്പം അതുകൊണ്ട് ഇങ്ങി മാല കേട്ടോ ഡോപ്പി മേടിച്ചത്, വെന്തിപ്പൂവിൻ്റെ മാല. മുല്ലപ്പൂ ഇല്ല, മുല്ലപ്പൂ ഇല്ല, ഈ മാലയുള്ളൂ. അപ്പം വാങ്ങിച്ചാൻ നമുക്ക് നടയിലിടാനേ. ചെത്തിപ്പൂ അല്ലെങ്കിൽ ഇതേ ഉള്ളൂ. പിന്നെ അരളിപ്പൂ ഇപ്പം അവിടെ കൊണ്ട് ഇടുമ്പോൾ തന്നെ അത് തളർന്നു പോവും, വാടിപ്പോവും, ചൂടായത് കാരണം. ശരിക്കും വെന്തിപ്പൂന്റെ മാലക്ക് വില കുറവാട്ടോ, 15 രൂപയുള്ളൂ മുഴത്തിന്. 75 രൂപ. നമ്മളെ മേടിച്ചേച്ചിയും ജിജിനൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കണമല്ലോ. കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കൂടി ഇവിടെ ഫുഡ് കഴിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്, അല്ലേ ഡോപ്പി? അപ്പോൾ പക്ഷെ ഞങ്ങൾക്ക് ഇന്നിടം വരെ പോകേണ്ടി വന്നതുകൊണ്ട് ഞങ്ങളെത്തിയപ്പോൾ 12:30 അപ്പോൾ പിന്നെ ഇനി അവരെയും കൂടെ വിളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ എനിക്കാണ് വന്നിട്ടായിരുന്നു കറി വെക്കേണ്ടത്. വേണ്ട, കൊഴുവയാണേ. കൊഴുവേന എല്ലായിടത്തും കൊഴുവേന്ന് തന്നെയാണോ പറയാ? നത്തോലി അല്ലേ? നത്തോലി എന്ന് പറഞ്ഞതല്ലേ? നത്തോലി. അപ്പം മമ്മി തന്നു വിട്ടതാ. അപ്പം അതിൽ നിന്ന് ഇത്രയും എടുത്ത് കറി വയ്ക്കാനും ഇത് വറുക്കുന്നത് ഡോപ്പിയാണ് കേട്ടോ. ഇച്ചിരിയുള്ള കൊഴുവേന ഡോപ്പി ഇത്രയും വലിയ ചട്ടിയിൽ വറുക്കും. വന്നിട്ട് ഡ്രസ്സ് മാറാനൊന്നും നിന്നില്ല. ഡ്രസ്സ് മാറി വരുമ്പോഴേക്കും ഫുഡ് കഴിക്കാനായിട്ട് നേരം കിട്ടൂല. നമുക്ക് 2 മണിക്കെങ്കിലും ഷൂട്ട് തുടങ്ങണമല്ലോ. അപ്പം അത് കാരണം പിന്നെ വന്ന ഉടനെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് വന്നു. രാവിലെ വെച്ചിട്ട് പോകാനായിട്ട് പറ്റിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ പോയതാ. അങ്ങനെ ഞങ്ങളങ്ങനെ കുറച്ച് സീനൊക്കെ എടുത്ത് ഞാൻ ഞങ്ങൾ അടുത്ത സീന് കരി തേക്കാൻ ഇരിക്കുവാണ്. അത് ചോദിച്ചു പറയണേ, ഇനി കരിയൊന്നും തേക്കാൻ ഇല്ലെന്ന്. ചേച്ചിയുടെ സ്കിന്നിന് പറ്റിയ ഇതല്ല, ഫൗണ്ടേഷൻ ഒന്നും അല്ല കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പം എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. കാരണം ചേച്ചി ഇങ്ങനെ ഇരിക്കണം, നമുക്ക് പാവം. എവിടെ നീ വന്നെടുക്കടി, ഇത് എടുത്തിട്ട് പൊക്കോ. ഇതാണ് കുമ്പളങ്ങ, പാഷൻ ഫ്രൂട്ടിന്റെ ഇടയിൽ. മുള്ളണ്ടാ?
ഇല്ല. ജ്യൂസ് അടിക്കാം ആ ഇത്രയും പാഷൻ ഫ്രൂട്ട് വേറെ റെഡ് മാത്രം പാഷൻ ഫ്രൂട്ട് ഇടുന്നുണ്ട് കേട്ടോ അമ്മി പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അടിക്കാമല്ലോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുവരെ ടേക്ക് കെയർ, ബൈ.